നമസ്കാരം, അഞ്ജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ആ തയ്യാറെടുപ്പിനിടയിൽ ഒരു ചെറു ചോദ്യം, സംവാദാത്മക പഠനം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് സംവാദാത്മക പഠന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ, ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? നിങ്ങൾക്കറിയാം, നിലവിലത്തെ പാഠ്യപദ്ധതി സംവാദാത്മക പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ആശയം നമ്മൾ കൊടുത്ത് അവിടെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച് കുട്ടികൾ അവയുടെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്ന ആ ഒരു രീതി ആണ് സംവാദാത്മക പഠനം. എന്നാൽ ഈ സംവാദാത്മക പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പലരും അവിടെ സംവാദത്തെ മാത്രം എടുത്തു പറയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സംവാദാത്മക പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ, അത് വന്നിട്ടുണ്ട് കേട്ടോ, വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ചർച്ചാ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാകുമെന്നുള്ളതാണ്. അതായത് സെമിനാർ, സിംപോസിയം, പാനൽ ചർച്ച, ബ്രെയിൻ സ്റ്റോമിങ്, ഇവയൊക്കെ നമുക്ക് ഈ സംവാദാത്മക പഠന പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് സംവാദാത്മക പഠന പ്രവർത്തനങ്ങൾ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇതൊക്കെ പറയണം കേട്ടോ.